കൊച്ചിയിൽ നേവി ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് 18 ലക്ഷം രൂപ തട്ടിയ കേസിലെ പ്രതി സജീവ RSS പ്രവർത്തകൻ വ്യാഴാഴ്ച രാത്രിയാണ് അടൂർ സ്വദേശി വിമൽ നമ്പൂതിരിയെ പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത്. പന്തളം സ്വദേശിയായ യുവാവിൽ നിന്ന് ജോലി വാഗ്ദാനം ചെയ്ത് 18 ലക്ഷം രൂപ തട്ടിയെടുക്കുകയായിരുന്നു. വിവരങ്ങളുമായി തിയോഫിനാണ് ചേരുന്നത്. തിയോഫിൻ, പറയൂ, എന്താണ് വിശദാംശങ്ങൾ? അക്ഷയ്, കഴിഞ്ഞ ദിവസമാണ് പാലാരിവട്ടം പോലീസ് ഈ അടൂർ സ്വദേശിയായ അടൂർ ഉമാഭവനിൽ വിമൽ നമ്പൂതിരി എന്നറിയപ്പെടുന്ന വിമൽ എസ് വിജയനെ, കാരണം ഇയാൾ വിമൽ നമ്പൂതിരി എന്ന പേരിലാണ് ഇയാൾ പലരോടും പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇയാൾ നേവി ഉദ്യോഗസ്ഥൻ ചമഞ്ഞ്, അതായത് നേവി ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക വേഷം ധരിച്ച് നേവി ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കുറെ നാളായി അത്തരത്തിൽ പലയിടത്തും പരിചയപ്പെടുകയും പലയിടത്തും പരിപാടികളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തിരുന്ന ഒരാളാണ് ഇയാൾ. പത്തനംതിട്ട സ്വദേശിയാണ്, പത്തനംതിട്ട അടൂർ സ്വദേശിയാണ്. പത്തനംതിട്ടയിൽ തന്നെ പന്തളം സ്വദേശിയായ ഒരു യുവാവിനെയാണ് ഇയാൾ കബളിപ്പിച്ചത്. ആ യുവാവിനും യുവാവിന്റെ സഹോദരിക്കും ഭാര്യയ്ക്കുമൊക്കെ ജോലി വാഗ്ദാനം ചെയ്ത് ആയിരുന്നു തട്ടിപ്പ്. അങ്ങനെ പലതവണയായി 2023 മുതൽ 2025 ജനുവരി വരെയുള്ള കാലയളവിലായി പലതവണയായി 18 ലക്ഷം രൂപ ഇയാൾ യുവാവിൽ നിന്ന് വാങ്ങിയെടുത്തിരുന്നു. എന്നാൽ ഇയാൾക്ക് ജോലി ലഭ്യമാവുകയൊന്നും ചെയ്തിരുന്നില്ല. പിന്നീട് ഏറെ പ്രശ്നമുണ്ടായതിനെ തുടർന്ന് ഒരു 3 ലക്ഷം രൂപയോളം ഇയാൾ കൊടുത്തു എന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ യുവാവ് നൽകിയ പരാതിയിലാണ് പാലാരിവട്ടം പോലീസ് ഇയാളെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത് വ്യാഴാഴ്ച, അതായത് ഇയാളെ കുറിച്ചുള്ള വിവരം, ഇയാൾ ഈ നേവി ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് കബളിപ്പിക്കുന്നതായും നേവിയിൽ ജോലി ഉൾപ്പെടെ വാഗ്ദാനം ചെയ്തൊക്കെ കബളിപ്പിക്കുന്നതായി പല പരാതികൾ ഈ നാവികസേനയ്ക്ക് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നേവി ഇന്റലിജൻസും കൂടി ചേർന്നാണ് ഈ പരിശോധനയും അന്വേഷണവും ഒക്കെ നടത്തിയത്. നേവി ഇന്റലിജൻസ് ആണ് ആദ്യം കേരള പോലീസിന് വിവരം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസും അന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് പന്തളം സ്വദേശിയുടെ പരാതി വരുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പാലാരിവട്ടം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ പ്രതിയെ പിടികൂടുന്നത്. ഇയാൾ പാലാരിവട്ടത്തിനടുത്ത് തന്നെ പാടിവട്ടത്ത് ഒരു ഫ്ളാറ്റിൽ 2 വർഷത്തോളമായി താമസിച്ചു വരികയായിരുന്നു. ഒളിച്ചു താമസിക്കുന്ന പോലെ തന്നെയാണ് ഇയാൾ അവിടെ താമസിച്ചു വന്നിരുന്നത്. പക്ഷേ ഈ ഫ്ളാറ്റിലേക്ക് പോലീസും നേവി ഇന്റലിജൻസും പരിശോധനയ്ക്ക് എത്തുന്നതായി അറിഞ്ഞു. വ്യാഴാഴ്ച ഉച്ചയോടുകൂടിയാണ് ഇവർ പരിശോധന നടത്തിയ ഈ ഫ്ളാറ്റിലെത്തിയത്. ഇതറിഞ്ഞ് ഇയാൾ സ്ഥലത്തു നിന്നും മുങ്ങി. പിന്നീട് വ്യാഴാഴ്ച രാത്രിയോടെ ഇയാളെ ചെങ്ങമനാടിന് സമീപത്ത് നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്തായാലും ഇയാളുടെ RSS ബന്ധം വ്യക്തമായിട്ടുണ്ട്. ഇയാൾ RSSന്റെ പരിപാടിയിൽ RSSന്റെ വേഷം ധരിച്ച് പരിപാടിയിൽ പങ്കെടുക്കുന്ന അയാളുടെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. സജീവ RSS പ്രവർത്തകനാണെന്നാണ് ഇയാളെ കുറിച്ചുള്ള വിവരം ലഭ്യമാകുന്നത്. നിലവിൽ ഇയാൾ ഇപ്പോൾ റിമാൻഡിലാണ്. ഇയാളെ കുറിച്ച് കൂടുതൽ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഒപ്പം ഇയാളുടെ രാഷ്ട്രീയ ബന്ധങ്ങളും ഇയാളുടെ മറ്റ് സാമ്പത്തിക ഇടപാടുകളും ഒക്കെ പോലീസും നേവിയും അന്വേഷിക്കുന്നത്. നേവി പ്രധാനമായും അന്വേഷിക്കുന്നത് ഇയാളുടെ കൈവശം, കാരണം ഇയാളുടെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിൽ ഫ്ളാറ്റിൽ നിന്ന് നേവി ഉദ്യോഗസ്ഥർ ധരിക്കുന്ന യൂണിഫോമിൽ ധരിക്കുന്ന എംബ്ലങ്ങൾ, വാക്കി ടോക്കി, ഈ നേവി ഉദ്യോഗസ്ഥരുടെ യൂണിഫോമിന്റെ ഭാഗമായിട്ടുള്ള ഒരു വാള്, ഒപ്പം ഇയാൾക്ക് ദ്രോണാചാര്യ പുരസ്കാരം വരെ ലഭിച്ചതായി കാണിക്കുന്ന ഫലകങ്ങളൊക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടെടുത്തിരുന്നു. അങ്ങനെ ഒരുപാട് വ്യാജ സംവിധാനങ്ങൾ കണ്ടെടുത്തിരുന്നു. ഈ യൂണിഫോം യഥാർത്ഥ യൂണിഫോമാണ്, അല്ലെങ്കിൽ ഇയാൾ യഥാർത്ഥ യൂണിഫോമിന് സമാനമായ രീതിയിൽ ഇയാൾ വ്യാജമായി നിർമ്മിച്ച യൂണിഫോമാണ് എന്നതാണ് നേവി ഇന്റലിജൻസ് പ്രധാനമായി അന്വേഷിക്കുന്നത്. യഥാർത്ഥ യൂണിഫോം ആണെങ്കിൽ ഇയാൾക്ക് ഇത് എങ്ങനെ ലഭ്യമായി, മറ്റാരെങ്കിലും നേവിയിലുള്ളവരിൽ നിന്ന് ലഭിച്ചതാണോ എന്ന് കൂടി നേവി അന്വേഷിക്കുന്നുണ്ട്. നാവികസേന അത്തരത്തിൽ അന്വേഷണം നടക്കുന്നു. സമാന്തരമായി തന്നെ ഇയാളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് പോലീസ്.